പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വ്യാപനം വിതച്ച ദുരന്തത്തിൽ നിന്ന് അടിയന്തരമായി പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ ഒത്തിരി പേരുടെ പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിന്റെയും അഭ്യർത്ഥനയുടെയും ഒക്കെ ഫലമായിട്ടാണ് വന്ദേ ഭാരത് മിഷന് കേന്ദ്രം അനുമതി നൽകിയത്. ഈ വാർത്ത പ്രവാസികൾക്ക് നൽകിയ ആശ്വാസം ചെറുതൊന്നുമല്ല. നിരവധി പേരാണ് ഇതുമൂലം നാടടഞ്ഞത്. കൊറോണയെ അതിവേഗം തുരത്താൻ സാധിക്കുമെന്ന് തെളിയിച്ച ഗൾഫ് രാഷ്ട്രമായ UAE നിർണായക പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി UAEയിലേക്ക് ആരെയും കൊണ്ടുവരരുതെന്ന് UAE സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതുവഴി പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ആളുകളെ കൊണ്ടുവരാനാകൂ എന്നാണ് പറയുന്നത്. UAE പൗരന്മാർ അടക്കമുള്ളവർക്ക് ഇത് ബാധകമാണെന്നും UAE ഇതിനോടകം തന്നെ വ്യക്തമാക്കി. ജൂലൈ 22 മുതൽ താമസ വിസയുള്ളവർക്ക് രാജ്യത്തേക്ക് മടങ്ങി വരുന്നതിന് UAE ഇതിനോടകം തന്നെ അനുമതിയും നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് UAEയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിന് എയർ ഇന്ത്യ അനുമതി തേടിയത്. UAEയിൽ നിന്ന് പ്രവാസികളെ കൊണ്ടുവരുന്നതിന് വേണ്ടി നിലവിൽ ഒഴിഞ്ഞ സീറ്റുകളുമായിട്ടാണ് എയർ ഇന്ത്യ സർവീസ് നടത്തുന്നത്. ഈ സീറ്റുകൾ ഉപയോഗിക്കാനാണ് എയർ ഇന്ത്യ അനുമതി നേടിയത്. എന്നാൽ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ആളെ കൊണ്ടുവരരുതെന്നാണ് UAE വ്യക്തമാക്കിയത്. ഡൽഹിയിലെ UAE എംബസിയുടെയോ UAE വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ആളുകളെ കൊണ്ടുവരാൻ ആവുകയുള്ളൂവെന്നും അല്ലാതെ ആരെയും രാജ്യത്തേക്ക് കൊണ്ടുവരരുതെന്നും UAE സർക്കാർ എയർ ഇന്ത്യയെ അറിയിക്കുകയുണ്ടായി. ഇതിനിടെ ഇന്ത്യയിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്നതിന് എമിറേറ്റ്സ് വ്യോമയാന മന്ത്രാലയത്തിന് അനുമതിയും തേടിയിട്ടുണ്ട്. എയർ ഇന്ത്യ നടത്തുന്ന വന്ദേ ഭാരത് മിഷന് സമാനമായിട്ടാണ് എമിറേറ്റ്സിന്റെ ആവശ്യം മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം തീരുമാനമെടുത്തിട്ടില്ല. ഇതിനോടകം തന്നെ എത്രയും വേഗം UAEയിൽ എത്തി തങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുത്തുവാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് തിരിച്ചടിയായി മാറുകയാണ് UAEയുടെ ഈ തീരുമാനം. ഒട്ടനവധി പ്രവാസികളും ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. പ്രവാസ ലോകത്തും നാട്ടിലുമായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.